ഹലോ ഗേയ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്നറിയാമോ? ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഞണ്ട് കിട്ടി. ഞണ്ട് ഞാൻ വറുത്തരച്ച് കറി വെച്ചതാണിത്. ഇത് വൃത്തിയാക്കുന്നതിനൊന്നും ഒരു പാടുമില്ല, നമുക്ക് എളുപ്പം വൃത്തിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്. ഞാനിത് തേങ്ങ വറുത്തരച്ച് വെച്ച കറിയാണ്. ഇറച്ചിയായിട്ട് നമുക്ക് വെക്കാം, പക്ഷേ ഇവിടെ ഇക്കാക്ക് ഇഷ്ടം തേങ്ങ വറുത്തരച്ച് വെക്കുന്നതാണ് ഇഷ്ടം. അതിൻ്റെ കൂടെ നല്ല വെന്തുടഞ്ഞ കപ്പയായിട്ട് കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞണ്ട് വൃത്തിയാക്കാനൊന്നും കാണിക്കാൻ പറ്റിയില്ല, എന്നാലും ഞാനൊന്ന് കാണിക്കാണതാണ്ട്. ഈ കാലിൻ്റെ അറ്റത്തിരിക്കുന്ന കൂർത്ത മുള്ളുകൾ ഉണ്ട്, അതങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ ദശ എടുക്കുന്നത് നമ്മൾ അതിൻ്റെ പുറത്തെ വലിയ തോട് അതങ്ങ് ഇളക്കി കളഞ്ഞിട്ട് ദാണ്ട് ഇതിനകത്താണ് കണ്ട, ഇതാണ് ദശ. അപ്പോൾ ഞണ്ട് ഇഷ്ടമുള്ളവരെല്ലാം വാങ്ങിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്നൊന്ന് വൃത്തിയാക്കി വറുത്തരച്ച് കറി വെച്ച് ചില നാട്ടുകളിൽ ഇതിനെ ചീനി, ഞങ്ങളുടെ നാട്ടിൽ ചീനി എന്ന് പറയും, ചില നാട്ടിൽ ഇത് മരച്ചീനി എന്ന് പറയും, ചില നാട്ടിൽ ഇത് കപ്പയെന്ന് പറയും. ഇപ്പം ഇതിൻ്റെ കൂടെ വറുത്തരച്ച് ഞണ്ട് കറിയും ചീനിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് വറുത്തരയ്ക്കുന്ന വേറെ ഒന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. നമ്മൾ തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ വറുത്തിട്ട് പിന്നെ പൊടികൾ ചേർക്കുക. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് അത് അരച്ചിട്ട് കുറച്ച് ഉള്ളിയും പച്ചമുളകും കൂടെ വഴട്ടി, കടുക് വറുത്ത് വഴട്ടി അതിനകത്ത് ഞണ്ടും ഇട്ട് വഴട്ടിയിട്ട് അരപ്പും തട്ടിയിട്ട് ഇളക്കി വഴട്ടി വേവിച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂട്ടാത്തവരൊന്ന് കൂട്ടി നോക്കുക. നല്ല രുചിയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല കറിയാണ്. ടാറ്റാ.